ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ മുഖം വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. അത് നേരത്തെ ഒരു കാട്ടിൽ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. ചെറിയ വീട്ടിൽ തന്നെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വലിയൊരു ഗ്രൗണ്ട് ഗൈസ്, നന്നായിട്ട് സ്ഥലമൊക്കെ ഉള്ളൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ചെക്ക് ഡാം കടക്കണം. ചെക്ക് ഡാമിനകത്ത് നടുക്കൊരു പാലമൊക്കെ ഉണ്ട്, അതിപ്പോൾ നമ്മൾ കടക്കണം. നല്ല ഒഴുക്കാണ്. ഇപ്പം എനിക്കറിയില്ല, നിങ്ങൾ ആരും കോഴിപ്പള്ളിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ഡാം വഴിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അതെ ഗൈസ്, അപ്പോൾ ഈ ചെക്ക് ഡാമിൽ നല്ല ഒഴുക്കാണ്. ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ കുറേ നാളെ പോയിട്ട് 2-3 പേര് വെള്ളത്തിൽ പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ നടക്കുകയാണ്. ഇവിടെ അപ്പുറം ഇപ്പുറം എവിടെയൊക്കെ നോക്കിയാലും റബ്ബർ തോട്ടവും വാഴത്തോട്ടമൊക്കെയാണ് ഗൈസ്. നമ്മൾ ഒരു ഇറക്കമൊക്കെ ഈ പറഞ്ഞു ഞാൻ ഫുള്ളി കാണിച്ചു തരാം ഗൈസ്. നല്ല നേരെയായിട്ട് റബ്ബർ നട്ടൊക്കെയാണ് കേട്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ട് മറ്റുണ്ട്. നല്ല വെയിലാണ് കേട്ടോ ഗൈസ്. നമ്മൾ കുട ചൂടിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് അധികമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. അതെ ഗൈസ്, വലിയ ഗെറ്റപ്പിലൊന്നും അല്ല. നമ്മൾ വീട്ടിൽ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആകെ ഷൂ മാത്രമേ ഇച്ചിരി ഗെറ്റപ്പുള്ളൂ. അതെ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു വളവിൻ്റെ അടുത്തെത്താറായി. നമുക്ക് ആ വളവും കഴിഞ്ഞ് കുറേ പോകണം. അത് കഴിഞ്ഞ് കുറച്ച് ഒരു വണ്ടി വരുന്നത് ഞങ്ങൾ സൈഡിലേക്ക് ഒന്ന് നീങ്ങി നിൽക്കട്ടെ കേട്ടോ. അവരുടെ മുഖം കാണിക്കണ്ടേ? കാണിക്കട്ടെ ഗൈസ്. നമ്മൾ വീഡിയോയിൽ അധികം പേരുടെ മുഖം കാണിക്കുന്നില്ല. അത് കാരണമാണ് ഇപ്പോൾ ഞാൻ കുടയും കൊണ്ട് മൂടി പിടിച്ചു. ഗൈസ് പോണ ഒരു കപ്പൊക്കെ നട്ടിട്ടുണ്ട് ഗൈസ്. ചേച്ചി അത് വലിയ കട്ടിയില്ലാണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ഇലയൊക്കെ ചെറുതാണ്. ഇത്രയും വണ്ണമൊക്കെ ഉള്ളൂ, ചെറിയ കുഞ്ഞു വണ്ണമൊക്കെ. അപ്പോൾ ഗൈസ് വേറൊരു കാര്യം, ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത്. ആർക്കും വേണമെങ്കിലും കമൻ്റ് ഇടാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ് വണ്ടി ഒത്തിരി വരുന്നില്ലെങ്കിലും ബൈക്കും സ്കൂട്ടറൊക്കെ ആയിട്ട് വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഗൈസ് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഗൈസ്. നീല ആകാശം, ഓറഞ്ച് കളർ ഇലയും നല്ല ഭംഗിയാണ് ഗൈസ്. ഇവിടെ നോക്കിയാലൊക്കെ നല്ല കറക്റ്റ് നിരനിരയായിട്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ കുറച്ച് പേരെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇവർ അമ്മയും പെണ്ണുണ്ട്. എവിടെയോ എയറോപ്ലെയിൻ പോകുന്ന ശബ്ദം കേൾക്കാം. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് പക്ഷെ വണ്ടി കണ്ടില്ല ഗൈസ്. വലിയ നേരെയായിട്ട് കറക്റ്റ് ലെയറായിട്ടാണ്. നല്ല അടിപൊളി പറമ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്ഥലം വിൽക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഉടമസ്ഥനോട് സംസാരിച്ച് വിൽക്കാനുണ്ടോയെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളങ്ങനെ വിവരം വേണമെങ്കിൽ എത്തിച്ചു തരാം. കമ്പനിയിൽ ചോദിച്ചോ. ഞങ്ങൾ നമുക്ക് നല്ല പച്ചപ്പ് കൊക്കോക്കായൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പഴുത്തട്ടില്ല. നമ്മുടെ വീട്ടിലുണ്ട് കൊക്കോക്ക. അത് കണ്ടോ ഗൈസ്, വഴിയഴിക്കടെ ചേമ്പ് ഗൈസ്. അതെ ഗൈസ്, നല്ല മുഴുത്ത ചേമ്പുകളാണ്. ഇതിൻ്റെ അടിയിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നല്ലതാണ്. ഗൈസ് ഈ വീട്ടിൽ റൂം ഫോർ റെൻറ്റിനുണ്ട്. നിങ്ങൾ നമ്പർ നോക്കട്ടെ ഗൈസ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ഇതിന് റൂം ഫോർ റെൻറ്റ്, അത് വീഡിയോ എടുക്കട്ടെ. കണ്ടില്ല ഗൈസ്, റൂം ഫോർ റെൻറ്റ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നമ്പർ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും കൈ വേഗം കിട്ടുന്നുണ്ട് ഗൈസ്, കൊട പിടിച്ച് ഗൈസ്. അപ്പോൾ ഇവിടെ അടിപൊളിയാണ് ഗൈസ്, നല്ല പച്ചപ്പാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ വലിയൊരു തളിരില്ല ഇലയ്ക്ക് വെയിലടിക്കുമ്പോൾ നല്ല കളറില്ല. അതുപോലെ ഇവിടെ മൊത്തം തളിര് ഇലകളാണ്. ഈ മാസം ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്ന കാരണം റബ്ബറിലൊക്കെ ഇല പറഞ്ഞ് പോയി തളിരുണ്ടായി കിടക്കുന്നുണ്ട്. പോവാറായിട്ട് ചിലതൊക്കെ ഓറഞ്ച് കളർ. ഗൈസ് ഇവിടെയൊക്കെ ഭയങ്കര കോടീശ്വരൻ്റെ വീടാണ് ഗൈസ്. കണ്ടില്ല, ഗേറ്റൊക്കെ ഉണ്ടോ ഗൈസ്. പട്ടിയൊക്കെ ഉണ്ട്, ഒരു ചെറിയ പട്ടിക്കൂടി ഇവിടെയാണെങ്കിൽ. പക്ഷെ പട്ടീനെ ഇവിടെയല്ല കത്തുന്നത്. ഗൈസ് ഇവിടെ ആരും തന്നെ താമസിക്കുന്നില്ല. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു.
ഇത് വലിയൊരു വളവാണ്. ഇതിൽ വണ്ടിയൊന്നും ഇനി പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതെ ഗായ്സ്, അതാ അവിടെയൊക്കെ ഇവിടെ നോക്കിയാൽ ഫുള്ള് റബ്ബർ തോട്ടാണ് ഗായ്സ്. ഇത് കണ്ടില്ലേ ഗൈസ്? ഈ കയ്യിൽ നിന്ന് വിടുമോ? അങ്ങോട്ട് റബ്ബർ തോട്ടം റബ്ബർ തോട്ടം എടുത്ത് ഇപ്പോൾ ലാഭം റബ്ബർ തോട്ടത്തിനാണല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇട്ടത്. കയ്യത്തെ ഇതിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ട്. നല്ല പൂമ്പാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടു ഒത്തിരി പൂമ്പാറ്റകളൊക്കെ ഉണ്ട് ഗായ്സ്. ഇവിടെ കൂടുതൽ വെള്ള പൂമ്പാറ്റകളാണ്. എനിക്കിന് പേരുണ്ട്. ഇതാ ഗായ്സ് ഒരു ബോൾസ് ഉണ്ടായി കിടക്കുന്നത്. കൊള്ളം വീട്ടിൽ പോകുമ്പോൾ നമുക്ക് പറിച്ചോണ്ടോ. നല്ല കളറിൽ ഗൈസ് ഇവിടെ നല്ല നല്ല വീടാണ്. ഇവിടെയാണ് ഗൈസ് ബോസ് ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മമ്മിയുടെ ഒരു മമ്മി, ഞങ്ങളുടെ അമ്മയുടെ അമ്മ എൻ്റെ ഒരു കൂടെ പണിയെടുത്ത ആളാണ് ബോസ് ചാച്ചൻ. ബോസ് ചാച്ചൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അല്ല ഗൈസ്, നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോണ വഴിയാണ് ബോസ് ചാച്ചൻ്റെ വീട്. ഗൈസ് ഇതാണ് ഗൈസ് ബോസ് ചാച്ചൻ്റെ വീട്. അപ്പോൾ നമ്മുടെ ഇതാണ് ഗൈസ് വീട് എത്തിയിരിക്കുന്നു. പെയിൻ്റൊക്കെ അടിച്ചത് റോസാപ്പൊക്കെ പൂവൊക്കെ ഉണ്ട് ഗൈസ്. പൂ കാണിച്ചു തരാം നിങ്ങൾ. കണ്ടോ, പൂ മാത്രം കണ്ടോ. കണ്ടോ ഗൈസ്, പൂവൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂട്ടോ ഗൈസ്. ഇവിടെ ചുവപ്പ് പൂ. ഒരു വലിയൊരു വളമാണ് ഇനി വരാൻ പോണത്. ഈ വഴിക്ക് എപ്പോൾ വണ്ടി വന്നാലും കാണില്ല ഗൈസ്. അതുകൊണ്ട് ഈ വളവ് വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടൊക്കെ വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഊമ്പി കുത്തും. അതെ, ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയണോ? ഇതിൽ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കാണുന്ന വീടാ. ഇതിൽ കൂടെ അതേ കണ്ണ ഷീറ്റ് കെട്ടി കണ്ടോ, അത് കണ്ണ അതേ താഴെ കണ്ണേ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. അവിടെ കട പോലത്തെ എന്തോ ചെങ്കല്ലൊക്കെ വെച്ച അതൊരു വീടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. വീടൊന്നും കാണിക്കണ്ട. അപ്പോൾ ഇതൊരു പട്ടി വെച്ചാൽ ഒരു പ്രതിമയാണ്. ഈജിപ്തിലെ പട്ടി പോലത്തെ പട്ടികൾ. ആ ശരിയാണ്. കഴിച്ചാൽ പിന്നെ റബ്ബത്തോട്ടെ. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ചുവപ്പ് കളറിൽ. പണ്ടൊക്കെ നമ്മൾ ചോരയാക്കി കളിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പൊ അതൊരു കല. പൂച്ച ഗൈസ് അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യണേ. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ എത്തും ഗൈസ്, എത്തിച്ചേരും ഗൈസ്. കുറച്ചും കൂടി ഉണ്ട് ഗൈസ്. നിങ്ങളിങ്ങനെ നടന്ന് വന്ന വഴിക്ക് നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടൊക്കെ നടന്നു വന്ന് നിങ്ങൾക്ക് ബൈക്കിലൊക്കെ വരാം. പക്ഷേ ഇച്ചിരി അപകടമാണ്. അതുകൊണ്ട് ഡാം കഴിയുമ്പോൾ തന്നെ ഇച്ചിരി ഗട്ടറുണ്ട്. വീഴാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കാറും കൊണ്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കാറും കൊണ്ട് വരാണ്ടിരിക്കുക. നടന്നു വരുന്നതാണ് ബെറ്റർ. പക്ഷെ എന്നാലും പജീറ ഹോൾസ് വണ്ടി അല്ലേ. പക്ഷേ ഈ വഴി കൂടെ തന്നെ വരണമെന്നില്ല. വേറെ വഴി കൂടെ ചെക്ക് ഡാമിന്റെ വഴിക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ചെക്ക് ഡാമിന്റെ വഴി കൂടെ പോകുന്നതെന്നുള്ളൂ. വേറെ വഴി. അപ്പൊ നിങ്ങൾക്ക് എന്താ അപകടമാണെന്ന് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങള് ഇവിടെ വലിയ കാടാണ്. ചീകണ്ണിപ്പാറ എന്നൊക്കെ ഉണ്ട്. ചീങ്കണ്ണിപ്പാറ കോതങ്ങളും ചെയ്യുന്ന ചീങ്കണ്ണിപ്പാറ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവര് പക്ഷേ അവിടെ ഒന്നും പോയി ചോദിക്കരുത്. ഒരു MA കോളേജ് ഭാഗത്തൊക്കെ വന്ന് ചോദിക്കണം. MA കോളേജിന്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള വെള്ളം കുറവാണ് ഗൈസ്. സ്പീഡൊക്കെ കുറവാണ്. അല്ലാത്ത സമയത്ത് വെള്ളം കൂടുതലുള്ള പവറായിട്ടാണ് വരുന്നത് കേട്ടോ ഗൈസ്. ഇത് നോക്കൂ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഡേഞ്ചർ. അതെ ഗൈസ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ സംഭവം. ഇവിടുന്ന് സൈക്കിൾ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പോകുന്ന തോട്ടിലേക്ക്. അതെ ഗൈസ്, അതെല്ലാവരും സൂക്ഷിച്ചിട്ട് പോവുക. ഇപ്പുറത്തേക്ക് ഉന്തരുത് ഗൈസ്. വെള്ളമൊക്കെ കുറഞ്ഞു. ഒഴുക്ക് കാണാൻ കുറവാണ്, പക്ഷേ അടിയിൽ നല്ല ഒഴുക്കുണ്ടാവും ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ അടിയൊഴുക്കാണ് ഗൈസ്. ഇതാ ഒരു പശുവും എരുമയാണ് തോന്നുന്നു. അതും അതിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ട്. അതുണ്ടോ, നല്ല ഭംഗിയുള്ള കുഞ്ഞ്, നല്ല രസമാണ്. കുഞ്ഞ് നല്ല രസമാണ് ഗൈസ്. ഇതേ ഒരു നീർക്കാക്ക ഇരിക്കുന്നു ഗൈസ്. കൊക്ക് എന്തോ തിന്നുകയാണ്. നീർക്കാക്ക ഇരിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നീർക്കാക്ക നമ്മുടെ തൊലി തിന്നു. അതായത് ഞങ്ങളുടെ അറിവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതൊക്കെ പോയപ്പോൾ ഒരു ഞണ്ടിനൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഞണ്ടിനെ കുറേ കോലിട്ട് ഇളക്കി വെച്ച് അങ്ങോട്ടൊന്നും വന്നില്ല. അങ്ങോട്ട് നീങ്ങിയിട്ടില്ല, ചാടിപ്പോയി ചത്തിരിക്കുന്ന ഗൈസ്. അപ്പോൾ അത്ര വലിയ അടിയൊഴുക്ക് അത്ര ഡേഞ്ചറാണ് ഗൈസ്. ഗൈസ് ഇവിടെ വലിയ അടിയൊഴുക്കൊന്നും ഇല്ല ഗൈസ്.
അവിടെ ഗ്രീൻ കളറിൽ കാണുന്നില്ല, അവിടെയൊക്കെ നല്ല ഒഴുക്കുണ്ടാവും. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുളിക്കാം. അപ്പോൾ പക്ഷേ ഇച്ചിരി തെന്നിപ്പോയാൽ നമ്മൾ പോകും. ഗൈസ് ഇപ്പോഴും വെള്ളം ചെറുതായിട്ട് വരണ്ട ഓരോ ഡാമിക്ക്, ചെറിയ ചുളക്കടൊക്കെ. വെള്ളം നേരത്തെ ചീറി പാഞ്ഞാണ് കാര്യം പറഞ്ഞ ഗൈസ്, ഈ ചെക്ക് ഡാമിൽ ഏറ്റവും ഡേഞ്ചർ പാർട്ട് ഇതേ അപ്പുറത്താണ് ഗൈസ്. അത്രക്ക് ഡേഞ്ചർ അല്ല, പക്ഷെ ഇപ്പുറ സൈഡിലാണ് അമ്മയും കൊച്ചും മരിച്ചു. ഇവിടെ ഈ സൈഡിൽ ഗൈസ് ഇവിടെയാണ് ഗൈസ് ഒരു അമ്മയും കൊച്ചും മരിച്ചു പോയായിരുന്നു. ഒരു ചുഴി ചെന്നാണ്. അതെ ഗൈസ്, ആദ്യം കൊച്ചു പോയി 8 പഠിക്കുന്ന ഒരു കൊച്ചാണ്. പക്ഷെ ഒരു കാര്യം ആദ്യം കൊച്ചു പോയി, പിന്നീടാണ് ഇത് ഓറാണ് അമ്മ പിടിക്കാൻ. മീൻ നടക്കുന്നു ഗൈസ്. ഗൈസ് ഇതൊരു വലിയ നീട്ടുള്ള മീൻ ഗൈസ്, 2 എണ്ണം. ആരോനാണ് ഒന്ന് കണ്ടോ കണ്ടോ ഒഴുകി കിടക്കുന്ന വെള്ളത്തിന്റെ ഏറ്റവും മുകളിലേക്ക് വെള്ളം കൊത്തി കുറച്ച് ഗൈസ്. പക്ഷെ നമ്മൾ ചാടി കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. ഇവിടെ ഒന്നും ചാടരുത് ഗൈസ്. ഇവിടെ ഒന്നും ചാടരുത്. ഇതൊക്കെ പാഴ് ഇതിന്റെ അടിയിലേക്ക് നമ്മൾ മുങ്ങി ഇവിടെയാ ഗൈസ് ഒരു അമ്മയും കൊച്ചും മരിച്ചു പോയത്. ഇത് കണ്ടോ ഗൈസ്, അമ്മയും കൊച്ചും ഇവിടെ മരിച്ചു പോയത്. ഗൈസ് അപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് ഒക്കെ വന്നാൽ ഗൈസ് നോക്കണം. ഇഷ്ടം പോലെ ആരോനുണ്ട്. അപ്പൊ എന്തായാലും തൊഴിൽ മൊത്തം ആരോനുണ്ട് ഗൈസ്. ഇവിടെ ഒക്കെ ഇറങ്ങി പേടിക്കില്ല. ഇവിടെ പിന്നെ ഇവിടെ നീർനായ ഇത്തിരി കൂടുതലാണ്. ഇവിടെ ഇറങ്ങിയപ്പോഴല്ല, ഞങ്ങളുടെ തോടുണ്ട് അവിടെ, കുരുകിത്തോട്. അവിടെ വെച്ച് എൻ്റെ ചേട്ടായിനെ പിന്നെ എൻ്റെ പെണ്ണുവിനെ കടിച്ചിരുന്നു. അപ്പം നമ്മൾ ചേട്ടായിക്ക് കുറച്ച് സീരിയസ് ആയ കാരണം ചേട്ടായിയുടെ മുറിവിനെ ചുറ്റ് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു. ഇപ്പം നമ്മൾ മുകളിലേക്കൊക്കെ അടിപൊളി ബാമ്പു ആണ് ഗൈസ്. അടിപൊളി ബാമ്പു എനിക്ക് അതിൻ്റെ ശരിക്കും അതൊന്നും അറിയില്ലാത്ത കാരണമാണ് ബാമ്പു വന്നു. അപ്പം നിങ്ങളെന്തായാലും ഇഷ്ടപ്പെട്ടു തോന്നുന്നത്. കൈയൊക്കെ നമ്മൾ കൈ കൊട പിടിച്ച് വേഗം എടുക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നടക്കുവാണ്. ഇതേ ഇനി കുറേ കയറ്റമൊക്കെ കയറാണ്ട് പോകാനുണ്ട് ഇച്ചിരി കൂടെ. ഭയങ്കര ദയനീയമായ വരിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ രാത്രി പോകാൻ കുറച്ചും കൂടി ടെററാണ്. സാളും അനക്കൊന്നും ഇല്ലാത്ത. പിന്നെ ഇതിൽ വരുമ്പോൾ പിടിക്കില്ലേ നിങ്ങൾ ബൈക്കിൽ വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി വണ്ടി തള്ളി വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകാൻ കല്ല് വെച്ച് ഇതുപോലത്തെ കുപ്പികളൊക്കെ തെന്നി വീണ് നമുക്ക് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും മണ്ണിൻ്റെ കല്ലാണ് അവിടെ നോക്കിയിട്ട് ആറ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്നിട്ട് കുറേ നാളെ ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ മണ്ണ് മിച്ചൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റാർ ചെയ്തു. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കാല് ഗൈസ്, എൻ്റെ ചെരുപ്പ് എനിക്ക് കാല് വേദന എടുക്കുന്നു ഗൈസ്. എൻ്റെ ചെരുപ്പിൽ 2 കാലും വേദന എടുക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ എന്തായാലും ഇവിടെ ജാതിക്കൊക്കെ ഉണ്ടാവും സംശയമുണ്ട്. ഒരു ഗാർഡൻ പോലെ ഒരു കുഞ്ഞു വീടിന് ഗൈസ് ഇപ്പോഴത്തെ വെയിലും സഹിക്കാൻ പറ്റില്ലാതെ ഗൈസ്. ആ തരം ഇവിടെയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടാർ കിടക്കുമായിരുന്നു. വെയിൽ ഇവിടെ തുടങ്ങണുണ്ടോ? എന്താ കിട്ടുമ്പോ ടാറ് താഴുണ്ട്. എവിടെ ഈ ചോട്ടേക്ക് ഇട്ടേ ഉള്ളൂ. ടാറ് താഴെ ഉണ്ട്. ലോറിയൊക്കെ വന്നാൽ വെക്കം താന്നു കുഴിയോ ലോറി CB ഒക്കെ പോയാ. അതുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ടാറ് താഴുക. അപ്പോൾ വലിയ വെയിറ്റുള്ള വണ്ടിയൊക്കെ വന്നാലും ഇങ്ങോട്ട് വാ ഗൈസ്, നമുക്ക് മുമ്പേ പോകണ ഒരു ഓട്ടോയ്ക്ക് കയറുക. കുഴ ചുരുക്കാം. ഇവിടെ വെറുതെ വെയിലൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഓട്ടോയ്ക്കാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ അതെ ഈ കാണുന്നതാണ് ഗൈസ് ഇവിടുത്തെ പൈനാപ്പിൾ തോട്ടം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട്. അടിപൊളി തോട്ടമാണ് ഗൈസ്. ഞാൻ പറഞ്ഞ് കയറ്റാം. വലിയ വെയിലൊന്നുമില്ല, അതുകൊണ്ട് കുറേ ഇപ്പോൾ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാലും വെയിലൊന്നും ഗൈസ് ഈ ടാറ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നതേ ഇവിടെ ചവിട്ടി വെക്കും ഗൈസ്. ടാറ് കുഴിഞ്ഞു പോകണം ഗൈസ്.
ഈ അടുത്തൊന്നും ഇട്ടേക്കും കാണും. ഇന്നലെ അങ്ങനെ ഇട്ടോന്ന് തോന്നുന്നു ഗൈസ്. അത് ചാലിയിലേക്ക് കുടുങ്ങി പോകുന്നു. ലോറിയെല്ലാം വന്ന് ഊമ്പും ഗൈസ്. ഈ വഴിക്ക് വണ്ടി വന്നാൽ നമ്മൾ ഊമ്പി പോകും ഗൈസ്. ഗൈസ് ഇനിയുണ്ട് ഗൈസ് ഒരു ചെറിയ കേട്ട. ഇനി നീ കുട പിടിക്കുവോ? ഫോൺ പിടിക്കാം. ഈ അപ്പോൾ എന്തായാലും നമ്മൾ വലിയ കയറ്റം കയറുണ്ടത്. പുതിയ ടാറാണ് ഗൈസ്, പുതിയ ടാറ്. അപ്പോൾ എന്താ ഗൈസ് അപ്പോൾ നമുക്ക് കൂടി ചവിട്ടി വെക്കാം ഗൈസ്. ഡോക്ടർ ഗൈസ് ടാറ് ഇട്ടുണ്ട് ഗൈസ്, നല്ല രീതിയിൽ തോട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചു. ഗൈസ് അപ്പോൾ കുറച്ചും കൂടി നടക്കാണ്ട് നല്ല പാടാണ് ഗൈസ്. പാടാണ് ഗൈസ് കയറ്റം. നീ അങ്ങോട്ട് വെയിൽ കൊള്ളല്ലേ. നീ കുട പിടിക്കുവോ ഗൈസ്? അപ്പോൾ ഇവിടെ പല വീടുകളുണ്ട്. ഇവരോട് കുട പിടിക്കുമ്പോൾ കേൾക്കുള്ള ഞാൻ മടുത്തു ഗൈസ്. ഇപ്പോൾ തന്നെ ഇറക്കാണ് ഗൈസ്, ആശ്വാസത്തിന് ഇറക്കാം. അപ്പോൾ എന്താണെന്നറിയില്ല, എല്ലാ മാവ് പൂത്തുണ്ട്. അതേ ചെറിയ മാവ് ഒഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ചക്കറ്റ മാവരെ കാച്ച് പൂണ്ടായി. മാങ്ങ ചെറുതായിട്ട് എന്തായി? കണ്ണിമാങ്ങ ഓർമ്മ കണ്ണിമാങ്ങയായി. നമ്മൾ ഇന്ന് കഴിഞ്ഞ സായിക്ക് വീട്ടിൽ പോയി മറ്റേ ഇത് വാങ്ങിയായിരുന്നു, എലിക്കട്ടി. അപ്പോൾ ഇന്ന് ഒരു മൊത്തക്കാട്ട എലി കണ്ണിന് താഴെ വെച്ച് കുടുങ്ങി മുറിഞ്ഞു പോയി. കാഴ്ച അവിടെ നോക്കി, ഇരുമ്പുളിയുടെ അഭിഷേകം നോക്ക് കാഴ്ച. നിങ്ങൾ തന്നെ നോക്ക്. നിങ്ങൾ ആരാണ് കൊതി ഇറക്കാണ്ടിരിക്കും? ഇങ്ങനെ ആര് കണ്ടാലും നമുക്ക് കൊതി വരും. പക്ഷെ അതിന് മാത്രം ഉണ്ടായി കിടക്കണം കേട്ടോ. ഇതാണ് ഇരുമ്പുളി. പക്ഷേ ഒത്തിരി ഒന്നും ഇരുമ്പുളി തിന്നാൻ പറ്റില്ല, കിഡ്നി സ്റ്റോൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ഗൈസ് ഒരു കുട്ടികളൊക്കെ ഒത്തിരി കഴിക്കുന്നുണ്ടെങ്കിൽ അവരോട് കുറയ്ക്കാൻ പറയും കേട്ടോ. ഗൈസ് ഇത് കണ്ടോ ഗൈസ്? ഇതൊരു വീടാണ്. ആര് ഗൈസ് ഇത് കണ്ടോ ഗൈസ്? ഒരു വീടാണ്, തകർന്നു പോയ വീടാണ്. അപ്പം എന്തായാലും നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ സ്റ്റേ ഇരിക്കുന്നത് ജാലി ശവടക്കാണ്. സ്റ്റേ അവിടെ അവിടെ പുല്ല് മുളച്ച് കിടക്കുന്നുണ്ടോ അവിടെയോ ഗൈസ്? അപ്പോൾ എന്തായാലും അയ്യോ ആണോ ഗൈസ്? ബാക്കി മനസ്സിലായി ഗൈസ്, എനിക്ക് പക്ഷെ മനസ്സിലായില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഈ വീട്ടിലൊരു മുയൽ ഉണ്ടായിരുന്നു, ഓർമ്മല്ല 2-3 കണ്ടു. ഈ വർഷം കാണാൻ പറ്റും, നമുക്ക് നോക്കാം. കാണാൻ പറ്റില്ല ഗൈസ്. ഏതാണ്ട് എൻ്റെ കഴുത്തിൽ നിന്ന് കൈ നിർത്തി ഗൈസ് ഇവിടെ മുയലുണ്ടാ ഗൈസ്? മുയലുണ്ട് ഗൈസ്, പക്ഷേ അവരിറക്കി വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കണ്ടോ ഗൈസ്? നമ്മൾ എത്താറായിട്ടോ ഗൈസ് നല്ല കാറ്റുണ്ട് ഗൈസ് ഇപ്പോൾ. മുമ്പോട്ടേക്ക് കണ്ടോ ഗൈസ്? ഇത് ഇച്ചിരി കട്ടിയുള്ള കപ്പയാണ്. ഇത് കട്ടിയുള്ള കപ്പയാണ് ഗൈസ്. കട്ടി നല്ല മുഴുത്ത കൊമ്പ് ഗൈസ്. ആ വെള്ളം ചീറ്റി പോകുന്നൊക്കെ കണ്ടോ ഗൈസ്? വെള്ളം പോവാണ് ഗൈസ്. അവിടുന്ന് എന്താന്ന് നോക്കാണ് ഗൈസ്. അവിടെ എന്തോ ഒരു പൈപ്പ് പൊട്ടിയതിൻ്റെ ഒരു പൈപ്പ് പൊട്ടിയാണ്, വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വീഡിയോ ഉണ്ട് ഗൈസ്, ആരുമില്ല, ഒച്ച എനിക്കൊന്നുമില്ല. അതെ ഗൈസ് അപ്പോൾ നമ്മൾ വീടെത്തറായിട്ടുണ്ട്. ഇവിടെ കുറേ കോളനിയുണ്ട്. നിങ്ങളോട് പ്രത്യേകം പറഞ്ഞേക്ക് വക്കീലുണ്ടോ ഉണ്ടോ? വീട്ടിലാരെങ്കിലും വക്കീലുണ്ടോ? ഗൈസ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വഴിയൊന്നും അറിയില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളിപ്പോൾ അഡ്വക്കേറ്റ് അതിലൊക്കെ വീട്ടിലെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അഡ്വക്കേറ്റ് പേരൊന്നും അറിയില്ലേ? ജിഷ ജോർജ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിൻ്റെ വീടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ മോക്കടെ ഭർത്താവിൻ്റെ ചേച്ചി.
അപ്പോൾ എന്തായാലും നിങ്ങൾ പിന്നെ നിങ്ങൾ ഇതേ കാണുന്ന കോഴിപ്പള്ളി ശ്രീ കഴിഞ്ഞ പ്രാവശ്യം അവിടെയൊക്കെ ദേവീക്ഷേത്രം കോഴിപ്പള്ളി ദേവീക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി. അങ്ങോട്ടൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുമായിരുന്നു കേട്ടോ. ഗൈസ് അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ പോയാൽ മതി. ഇതുകൊണ്ട് ശര കണ്ണവ മണ്ണി അതുപോലെ. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ വഴിക്ക് വന്നാൽ മതി. ഇവിടെയൊക്കെ കപ്പത്തോട്ടാണ് ഗൈസ്. അപ്പോൾ ഉണ്ടായ മഞ്ഞുള്ളൂ കുറച്ച് ചെറുതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതാ ഒരു വളവ് ഒത്തിരി അങ്ങോട്ട് പോകണ്ട, എന്നാലും ഈ ആ ഒരു വളവ് കഴിഞ്ഞിട്ട് ഇവർക്ക് പ്രാന്താ തുടങ്ങി. ക്രിസ്മസ് ട്രീ ഇപ്പോൾ തൂക്കിയിട്ടേക്കുവാ. വീടൊന്നും കാണിക്കണ്ട, നമ്മുടെ വീട് മാത്രം കാണിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ നടക്കുവാണ്. പോകാനുണ്ട് അടിപൊളിയായിട്ട്. ഇനി അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാം. ഇപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പോകാം. എല്ലാ മുത്തശ്ശികളൊക്കെ ഫോണിലാണ്. നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ ചെറിയൊരു ഓവർടേക്കിന് വേണ്ട ഇതേ വഴിക്ക് ചാടാൻ നമുക്ക് വേണമെങ്കിൽ. കുഞ്ഞാൻ്റെ ഇതിൽ കൂടെ പോയാൽ കയറാൻ പറ്റിയോടെ. എന്തായാലും നമ്മളിപ്പോൾ ഓവർടേക്കാണ്. ഓവർടേക്ക് നമുക്ക് വീട്ടിലെത്തിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് 2 വീട്. അതിൻ്റെ ഒന്നാമത്തെ വീട് ഇതാണ് ഗൈസ്. ഇതാണ് ഗൈസ്. ഇപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത്തെ വീട്. ഗൈസ് ഇതാണ് ഗൈസ് നമ്മൾ രണ്ടാമത്തെ വീട്. ഈ വണ്ടി കിടക്കണ്ട, ഇതാരും ഇല്ലാത്ത വണ്ടി അവിടെ നിന്ന് വന്നു. അങ്ങനെ അവസാനം നമ്മളിതാ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എത്തിക്കും. കാണാം ഗൈസ് അപ്പോൾ അവൾ ചുമ്മാ ഞാനപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്.